ഹലോ നമസ്കാരം എല്ലാവർക്കും കുക്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റുള്ള ഒരു പഞ്ചാബി ധാബ സ്റ്റൈൽ മട്ടൻ കറിയാണ്. എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസും മതി. ഭയങ്കര ടേസ്റ്റുമാണ്. പൊതുവേ പഞ്ചാബി കറി കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം, ഭയങ്കര ടേസ്റ്റിനൊപ്പം തന്നെ നിൽക്കുന്ന ഒന്നാണ് മണവും. നല്ല എളുപ്പത്തിൽ നല്ല ടേസ്റ്റിലൊരു കറി തയ്യാറാക്കാം. പൊതുവേ മട്ടൻ കറി ഇഷ്ടമില്ലാത്തവർക്കും ഈ രീതിയിൽ പലപ്പോഴും ഇഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ മട്ടൻ കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 1/2 കിലോ എല്ലോട് കൂടിയ മട്ടനാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 8 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എരിവിനായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെ സ്പൈസിനെസ്സിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇത് കാശ്മീരി ചില്ലി പൗഡർ 1 സ്പൂണും മറ്റേ സാധാരണ മുളക് പൊടി 1 ടീസ്പൂണുമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം 2 ടീസ്പൂൺ. പച്ചമുളക് പൊതുവേ ഈ കറിയിൽ ഇടാറില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി 1/4 കപ്പ് മല്ലിയില അരിഞ്ഞത്, പുതിനയില വേണ്ട കേട്ടോ. ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത ശേഷം ഇത് നല്ലതുപോലെ ഇങ്ങനെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒരു കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വെക്കണം. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ കുറച്ചധികം സമയം വെക്കാം. ഓവർനൈറ്റൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല പോലെ മസാലയൊക്കെ പിടിച്ച് കിട്ടും. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. മിനിമം അരമണിക്കൂർ എന്താണെങ്കിലും വെക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് തൈര് ഒഴിക്കാൻ ഇഷ്ടം, അല്ലെങ്കിൽ ചിലർക്ക് നോൺ വെജിൽ തൈര് കഴിക്കാൻ ഇഷ്ടമല്ല, നാരങ്ങ ചേർത്ത് കൊടുക്കുക. പക്ഷേ തൈരാണ് ഇതിന് ടേസ്റ്റ്. അപ്പോൾ ഞാനിത് അരമണിക്കൂർ മാരിനേഷൻ പിടിക്കാൻ വെക്കുവാണ്. അതിന് ശേഷം ഞാൻ ഇവിടെ ഒരു പാനിൽ ഒരു 1.5 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുമ്പേ ഒരു കാര്യം ചേർക്കണമായിരുന്നു, കുറച്ച് ഹോൾ സ്പൈസസ് ചേർക്കണമായിരുന്നു. ഞാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ ഈ സവാള ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് സ്പൈസസ് ഇടാണ്. ഒരുപാടൊന്നും വേണ്ട. ഒരു 3/4 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് വേണ്ടത്. ബീഫിനും മട്ടനൊക്കെ പെരിഞ്ജീരകം ഇടുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു 4 ഗ്രാമ്പുമാണ്, കരയാമ്പൂ. പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് ഏലക്കയാണ്. അതൊരു 2-3 ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് പട്ട ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുക്കുക. പക്ഷേ എനിക്കെന്തോ ആ ഒരു ചുവ ഇഷ്ടമല്ല. പട്ടയുടെ ഭയങ്കര കശക്കുന്നൊരു ചുവ മാതിരി എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കണില്ല. ഇനി സവാള നല്ലപോലെ ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആവുന്ന പരുവം വരെ ആവണം. ഈ ഒരു പരുവത്തിൽ ഇതിലേക്ക് 1 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഈ സവാളയും തക്കാളിയൊക്കെ നമ്മൾ അരച്ചെടുക്കും. അതുകൊണ്ട് ഒരുപാട് ചെറുതാക്കി കനം കുറച്ചൊന്നും അരിയേണ്ട. കണ്ടില്ലേ, ഞാൻ വെട്ടി കണ്ടിച്ചിട്ട മാതിരിയാണ് അരിഞ്ഞു വെച്ചേക്കുന്നത്. അപ്പോൾ ഇതൊന്ന് അത്യാവശ്യം ഒന്ന് പച്ചമണമൊക്കെ പൊടി മാറി ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല വടി പോലെ അരച്ചെടുക്കണം. പൊതുവേ പഞ്ചാബി കറികൾക്ക് ഭയങ്കര സ്പൈസിനെസ് ആയിരിക്കും. പക്ഷേ ഇത് അത്ര സ്പൈസി ആയിട്ടുള്ള ഒരു കറിയല്ല. അതുപോലെ തന്നെ ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലായിരിക്കും. ഇതിനും അങ്ങനെ തന്നെയാണ്. കുറച്ച് എണ്ണയൊക്കെ ചേർക്കുന്നുണ്ട്. എപ്പോഴും ഒന്ന് കഴിക്കാൻ നല്ലതല്ല ഈ കറി. വൺസിനെ വലൊക്കെ കഴിക്കാൻ നല്ലതാണ്. പ്രത്യേക മട്ടൻ വേറെ രീതിയിലൊന്നും കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അത് അരയ്ക്കുന്ന സമയം കൊണ്ട് ഞാൻ ആ പാനിൽ തന്നെ 2 ടീസ്പൂണോളം നെയ്യ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന സവാളയുടെയും തക്കാളിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഇത് നല്ലപോലെ തണുത്ത ശേഷം മാത്രം മിക്സിയിലിട്ട് അരയ്ക്കാട്ടോ, അല്ലെങ്കിൽ തെറിച്ചു പോകും, മിക്സിയും കേടാവും. അപ്പോൾ ഇത് നല്ലപോലെ ഇനി നെയ്യ് കിടന്ന് ഒന്ന് വഴണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരണം. ആ ഒരു സ്റ്റേജ് വരെ നമ്മളിത് വഴറ്റിയെടുക്കണം. ഇതെല്ലാം കൂടി നെയ്യ് കിടന്ന് നല്ലതുപോലെ വഴന്ന് അത് എണ്ണ തെളിയുന്നൊരു പരുവമാവണം. ആ ഒരു പരുവത്തിൽ മാത്രമാണ് നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മട്ടൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അധികം സമയം എടുക്കില്ല, എന്നാലും കുറച്ച് സമയം എടുക്കും ഇതൊന്ന് വഴറ്റി എണ്ണ തെളിഞ്ഞ് വരാനായിട്ട്. മട്ടൻ ചേർത്തിട്ട് നല്ലതുപോലെ ഈ മസാലയും മട്ടനും കൂടി നല്ലപോലെ മിക്സായി കിട്ടണം. അപ്പോൾ ശരിക്കും ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഇതൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെക്കണം. അപ്പോൾ ആ മട്ടനിൽ നിന്ന് നല്ലപോലെ വെള്ളം ഊറും. അത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ എക്സ്ട്രാ ഇതിലേക്ക് വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, ഇത് മട്ടനിൽ നിന്ന് ഇറങ്ങിയേക്കണ വെള്ളമാണ്. ഇനി നമുക്കിത് വേവാൻ ആവശ്യമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എപ്പോഴും തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും. അല്ലെങ്കിൽ ആ ഒരു പച്ചവെള്ളത്തിൻ്റെ ചുവ മുന്നിട്ട് നിൽക്കും. അത് ഏത് കറിക്കും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇനി നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതൊരു കുക്കറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് ശരിക്കും ധാബയിലൊക്കെ ഇങ്ങനെ പാനിലാണ് വേവിച്ചെടുക്കുന്നത്, കുക്കറിൽ അല്ല വേവിക്കുന്നത്. അതിനാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. പക്ഷേ ഒരുപാട് സമയം എടുക്കുന്നതുകൊണ്ട് ഞാൻ കുക്കറിലിട്ടിട്ട് ഒരു 2 വിസിലുകൊണ്ട് എനിക്ക് മട്ടൻ വെന്ത് കിട്ടും. അത് നമ്മളെടുക്കുന്ന മട്ടൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചും ക്വാളിറ്റി അനുസരിച്ചും മാറും കേട്ടോ. അപ്പോൾ ഒരു 2 വിസിലടിച്ച് മട്ടൻ അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രഷറെല്ലാം പോയ ശേഷമാണ് കുക്കർ തുറന്നത്. അപ്പോൾ മട്ടൻ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലേക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ കറി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഞാൻ തീ ഒന്ന് കത്തിച്ചിട്ടുണ്ട്. കുറച്ചും കൂടി കാര്യങ്ങൾ ഇതിൽ ചേർക്കാനുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് പോരെങ്കിൽ ചേർത്ത് കൊടുക്കുക.
അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തേക്കുവാണ്. നല്ല തിളയ്ക്കണ ആ ഇതിലേക്ക് മല്ലിയില വീഴുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് വരും. അതുപോലെ തന്നെ ഒരു 2 പിഞ്ച് കസ്തൂരി മെത്തി ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഞെരടിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. കസ്തൂരി മെത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉലുവയുടെ ഉണങ്ങിയ ഇലയാണ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കുക. അതോടെ നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നാനിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മളുടെ ഫ്രൈഡ് റൈസ് പോട്ടെ, നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും സൈഡിൽ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അങ്ങനെ ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും പെട്ടെന്ന്. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.